ലോകയുടെ 34-ാം ദിവസത്തെ കളക്ഷൻ ഞെട്ടിക്കുന്ന വർധനവ്. ഈ ഒരു ചൊവ്വാഴ്ച ഒരു അവധി ദിനമാണ്. ഇന്ന് ഉച്ചവരെയുള്ള കളക്ഷൻ ഒരു മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ളതാണ്. ഇന്ന് 4 മണി വരെ വിറ്റുപോയിട്ടുള്ളത് 58,000 ടിക്കറ്റുകളാണ്. ഇന്നലെ ടോട്ടലായി വന്ന ടിക്കറ്റുകളുടെ എണ്ണം 40,000 ആയിരുന്നു. 4 മണി വരെയുള്ള സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമ നേടിയിരിക്കുന്നത് 90 ലക്ഷം രൂപയാണ്. ഇന്നലത്തെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സിനിമ നേടിയിരിക്കുന്നത് 64 ലക്ഷത്തോളം രൂപയാണ്. ഇന്നത്തെ ഇതുവരെയുള്ള ട്രാക്ഡ് കളക്ഷൻ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഇന്ന് ഇതുവരെ ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 1,20 ലക്ഷം രൂപ കടന്നിരിക്കുന്നു എന്നാണ്. ഫൈനലായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 1,80 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. 34-ാം ദിവസത്തിൽ ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റണ്ണാണിത്. ഇനി വരുന്ന ദിവസങ്ങളിലും സമാനമായ തരത്തിലുള്ള കളക്ഷൻ ആയിരിക്കും സിനിമയ്ക്ക് കിട്ടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതുവരെയുള്ള ട്രാക്ഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് 104,76 ലക്ഷം രൂപയാണ്. തുടരും എന്ന സിനിമ ഫൈനലായി നേടിയിരിക്കുന്നത് 107,19 ലക്ഷം രൂപയാണ്. ട്രാക്ഡ് കളക്ഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനായി സിനിമയ്ക്ക് വേണ്ടത് 2.5 കോടി രൂപയാണ്. സിനിമയുടെ 34 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 290 കോടി കടന്നു എന്നുള്ളതാണ്. 300 കോടി എന്ന മാജിക്കൽ ഫിഗറിലേക്ക് എത്താൻ ഇനി 10 കോടിയും കൂടെ വേണം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 113 കോടിയിലേക്ക് എത്തുന്നു. തമിഴ്നാട്ടിൽ നിന്ന് സിനിമ 32 ദിവസം കൊണ്ട് നേടിയത് 23.5 കോടിയാണ്. ഇന്നലെയും 15 ലക്ഷമായിരുന്നു കളക്ഷൻ. നോർത്തിൽ നിന്ന് മാത്രമായി സിനിമ 7,70 ലക്ഷം രൂപ നേടിയിരിക്കുന്നു. ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ സിനിമ 300 കോടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ആരൊക്കെയാണ് ലോക തിയേറ്ററിൽ കണ്ടത്? ഇന്ന് കാണുന്നവരുണ്ടെങ്കിൽ കമൻസിലൂടെ പറയണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.